നമസ്കാരം. നമുക്ക് മൊത്തത്തിലിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങി ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മൂന്ന് പേരും, അതായത് സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും പറയുകയാണെങ്കിൽ ഒന്ന് പ്രധാനമായി എം സ്വരാജിനെ തന്നെ പറയേണ്ടി വരും. രണ്ടാമത് വരുന്ന ആര്യാടൻ ഷൗക്കത്ത്, മൂന്നാമത് PV അൻവർ. ഇങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ വിജയസാധ്യതകൾ, അല്ലെങ്കിൽ എത്രത്തോളമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഒരു പ്രചരണ പരിപാടികളും അതോടൊപ്പം തന്നെ അപവാദ പ്രചരണങ്ങളും ആരോപണങ്ങളും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വിജയസാധ്യതകൾ എത്രത്തോളം വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇത് എന്ത് പറയുന്നു? ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നു. നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസങ്ങളാണ് ഇനിയുള്ളത്. 19-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എന്താണ് തോന്നുന്നത് ഇപ്പോഴത്തെ മൊത്തത്തിലൊരു നിലമ്പൂരിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുമ്പോൾ? ഇപ്പം നിലമ്പൂരിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നതിന് മുന്നേ നിലമ്പൂരിനെ കുറിച്ച് ചേട്ടൻ്റെ ഒരു കണക്കൂട്ടലിൽ തന്നെ ഇപ്പം ചേട്ടൻ ഒരു ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ആദ്യം സ്വരാജിന്റെ പേരാണ് ചേട്ടൻ പറഞ്ഞത് അല്ലേ, രണ്ടാമത് ഷൗക്കത്ത് പറഞ്ഞു. പക്ഷേ അവിടെ നിലമ്പൂരിലെ ചരിത്രം പരിശോധിക്കുന്നതിന് മുന്നേ നിലമ്പൂരിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അൻവറിന്റെ വിജയസാധ്യത എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അൻവർ വോട്ട് പിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അല്ല, വോട്ട് നമുക്ക് വിജയസാധ്യതയെ കുറിച്ച് അവസാനത്തിലോട്ട് എത്താം. വിജയസാധ്യതയ്ക്കപ്പുറം അൻവർ വോട്ട് പിടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം അൻവർ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ ഒരു 2021 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, 2016 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. 2016 ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് പ്രധാനമായി ഉണ്ടായിരുന്ന ആര്യാടൻ ഷൗക്കത്തായിരുന്നു എതിരാളി. അത് UDFന്റെ LDF സ്ഥാനാർത്ഥിയായിട്ടായിരുന്നല്ലോ PV അൻവർ മത്സരിച്ചത്. അപ്പോൾ ഏകദേശം 11,000 ചില്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്തിന് മേൽ ഈ പറയുന്ന PV അൻവർ നേടിയെടുത്തത്. ഒരുപക്ഷെ ഒരു ഇടതൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട്, ഒരു ഇടതുപക്ഷ സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് PV അൻവർ ഒരു നേട്ടമുണ്ടാക്കി, യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനുശേഷം വീണ്ടും ഒരു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ 2021 PV അൻവർ മത്സരിച്ചപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും PV അൻവറിൻ്റെ ഭൂരിപക്ഷത്തിൽ വൻതോതിൽ ഇടിവ് സംഭവിച്ചു. അതായത് വെറും 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് VV പ്രകാശിനെ PV അൻവർ അവിടെ പരാജയപ്പെടുത്തിയത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും PV അൻവർ എങ്ങനെ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. VV പ്രകാശൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അൻവറിന്റെ പേര് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ അവസാന നിമിഷം, കാരണം ഇന്ന് കൊട്ടിക്കലാശം നടക്കുവാണ്, നാളെ നിശബ്ദ പ്രചരണം. പക്ഷെ ഈ അവസാന നിമിഷം പോലും അൻവറിന് എന്താ പറയുക, അൻവറിനോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരും വരികയാണ്. ഇപ്പോഴും അൻവറിന് ഇന്നിപ്പോഴേ വിശ്വകർമ്മ സഭ കൂടി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു വരുന്നുണ്ട്. അപ്പം ഈ അൻവർ ഇത്രയും നാളും നിലമ്പൂർ എന്ന് പറയുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ വേരുറപ്പിച്ച ഒരു സ്ഥലമാണ്. അപ്പം എന്തുവായാലും അൻവറിൻ്റെതായ ഇപ്പം പരസ്യമായിട്ട് ആരും പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ കൂടെ അൻവറിനെ സപ്പോർട്ട് ചെയ്ത് ഒരു വിഭാഗം ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അൻവർ പിടിക്കുന്ന വോട്ട്, അൻവർ എന്തായാലും വോട്ട് ഇതുവരെ ഇപ്പോൾ ഉള്ളത് നിലനിർത്തുമോ കൂടുമോ എന്നുള്ളതല്ല, പക്ഷെ അൻവർ വോട്ട് പിടിച്ചിരിക്കും. അപ്പൊ അൻവർ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക, ആർക്കായിരിക്കും ദോഷം ചെയ്യുക? അൻവർ വോട്ട് പിടിക്കുന്നത്, ഗുണം ചെയ്യുന്നത് തീർച്ചയായിട്ടും സ്വരാജിനായിരിക്കും. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം, അൻവർ പിടിച്ചുകൊണ്ട് പോകുന്ന വോട്ടുകൾ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ബന്ധം UDFന് സംഭവിച്ചല്ലോ. അപ്പോൾ അതിനെ ആരും എതിർത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. UDFിലുള്ളവർ തന്നെ പറഞ്ഞത് എന്താ, ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, അവരൊരു മതരാഷ്ട്രവാദമൊക്കെ അവർ പണ്ടേ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്ന ഈ വരട്ട് ഒരു തത്വം എന്നൊക്കെ പറയത്തില്ലേ, ഈ രീതിയിലുള്ള ഒരു തത്വമൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് UDF നേതാക്കൾ, VD സതീശൻ അടക്കമുള്ള നേതാക്കൾ. പക്ഷേ ഞാൻ പറയട്ടെ, അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതിനെ KM മുനീർ അടക്കമുള്ള, KM ഷാജി അടക്കമുള്ള നിരവധി ലീഗ് നേതാക്കൾ ഇതിനെ എതിർത്തിട്ടുണ്ട്. ലീഗ് നേതാക്കൾക്ക് പണ്ട് മുതൽ തന്നെ ലീഗിനൊരു നിലപാടുണ്ടായിരുന്നു. അതായത് ഇവരോട്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിൽ ലെവൽ ലേശവും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല എന്ന് ഈ പറയുന്ന നമ്മുടെ KM ഷാജി അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ലീഗിലെ വോട്ടിനകത്ത് ശക്തമായൊരു വിള്ളൽ വീണിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പിന്നെ കാലാകാലങ്ങളായിട്ട് ലീഗിനോട് UDF പുലർത്തുന്ന ഒരു നയമുണ്ട്. സത്യത്തിൽ ഈ UDFനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു നട്ടല് എന്ന് പറയുന്നത് ലീഗുകാരാണെന്ന് സംശയമൊന്നുമില്ലല്ലോ. ആ ലീഗിനോട് കാണിക്കുന്ന ഒരു അവഗണനയുണ്ട് UDFൻ്റെ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടൊന്നുമല്ല, ഇത് കാലങ്ങളായി തുടങ്ങുന്നതാണ്. അത് UDFനും വ്യക്തമായിട്ട്, ഈ ലീഗുകാർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ഇപ്പം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി വന്നു, നമ്മൾ വിചാരിക്കും പ്രിയങ്ക ഗാന്ധി വന്ന വലിയൊരു ചലനം ഉണ്ടാക്കുമെന്ന്. എനിക്ക് തോന്നുന്നില്ല. ഈ പ്രിയങ്ക ഗാന്ധിയുടെ വരവ്
ഇത്തവണ വലിയൊരു ചലനം ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല അവിടെ. മണ്ഡലം പൊതുവെ ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു, ഒരു തണുപ്പം മട്ടിൽ തന്നെ ആയിരിക്കുന്നു. അല്ല ഒരു വലിയ ആവേശം ജനിപ്പിക്കുന്ന രീതിയിലൊന്നും പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ കാണാൻ കഴിയില്ല. അവിടെ നമ്മൾ അബ്ബാസ് അലി തങ്ങളല്ലാതെ വേറെ ആരെയും മുസ്ലിം ലീഗിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ആരും അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് തന്നെ ഏറ്റവും അല്ലെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധി ജയിച്ചതിന് ഭൂരിപക്ഷവും ഈ പറയുന്ന മുസ്ലിം വോട്ടുകൾ കൊണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ലീഗിലെ അബ്ബാസ് അലി തങ്ങളെ, പുള്ളിയാണ് വയനാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു, അദ്ദേഹത്തെ സൈഡ് ഒതുക്കി. ആ വാഹന വ്യൂഹത്തിൽ അവരുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് അവിടെ അബ്ബാസ് അലി തങ്ങൾ നിൽക്കുന്നത്. അതൊരു വിവാദമായിരുന്നല്ലോ, കാരണം ജമാഅത്ത് UDF-നെയും PDP LDF-നെയും സപ്പോർട്ട് ചെയ്തു. അപ്പൊ ആരാണ് വർഗീയവാദി എന്നുള്ള കൂടുതൽ PDP ആയിട്ടുള്ള ചങ്ങാത്തം നേരത്തെ തുടങ്ങിയതാണ്. നമുക്ക് വളരെ വിവാദമായ ശംഖുമുഖത്ത് വെച്ചുണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ശംഖുമുഖത്ത് വെച്ചിട്ട് അത് പിന്നെ CPM-ൽ വലിയൊരു വിഭാഗീയതയുണ്ട് എന്ന് വിളിച്ചോതും തരത്തിൽ VS അച്യുതാനന്ദൻ വരുമ്പോൾ എണീക്കാത്ത പിണറായി വിജയൻ അന്ന് PDP നേതാവ് അബ്ദുൽ നാസർ മദനിയെ കണ്ടപ്പോൾ എണീറ്റിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വലിയ സംഭവമായിട്ട് അന്ന് പിന്നെ ഇവിടെ ശംഖുമുഖം കടപ്പുറത്ത് വെച്ചുണ്ടായ ഒരു യോഗമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ലയനം തന്നെയായിരുന്നു. അന്നും ഇന്നും PDP-യുള്ള, പിന്നെ PDP-യുടെ ചില നിലപാടുകൾക്കെതിരെ അന്നും ഇടതുപക്ഷം ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അന്ന് EK നായനാറിൻ്റെ കാലഘട്ടത്തിലാണ് അബ്ദുൽ നാസർ മദനിക്കെതിരായിട്ട് വിവാദങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അതൊക്കെ ആ നിലപാടിൻ്റെ ഭാഗമായിരുന്നു. അതേസമയം വലിയ തോതിൽ അല്ലെങ്കിൽ ഇതൊരു ജനാധിപത്യ വിരുദ്ധ പാർട്ടിയാണ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധരാണ് PDP-ക്കകത്തുള്ളതെന്നോ ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന CPM പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ള ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തള്ളിപ്പറച്ചിലുണ്ടായിട്ടില്ല. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ ഹൈക്കോടതി സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധരാണെന്നും അവർ മതരാഷ്ട്രവാദികളാണെന്നും അനിസ്ലാമികമായ, അതായത് ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ അങ്ങേ എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിൽക്കുമ്പോൾ ഇസ്ലാമികമല്ലാത്ത യാതൊരു നിയമവ്യവസ്ഥയും ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അവർ നിന്നത്. അങ്ങനെ ഒരു സത്യവാങ്മൂലം പോലും കൊടുത്തിരുന്നു. ഇവരുടെ ഇസ്ലാമിക് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന നിരവധി 14-ലധികം പുസ്തകങ്ങൾ കണ്ടുകെട്ടി നിരോധിച്ചു. അപ്പം ഇതൊക്കെ ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഏറെക്കാലം ആയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണം കഴിഞ്ഞിട്ട് എത്ര 2014 മുതൽ 11 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. എന്നിട്ട് അപ്പോഴേക്കാണ് ഇവർ നിലപാട് മാറ്റി, UDF നിലപാട് മാറ്റുന്നു. എന്നിട്ട് പറയുന്നത് അവർ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതാണ് ശരിക്കും സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ട് UDF-നുണ്ടായത് ഇഷ്ടപ്പെടാത്ത ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ തന്നെയുണ്ട്. ആ മുസ്ലിങ്ങളുടെ എല്ലാ വോട്ട് സ്വാഭാവികമായിട്ട് BV അൻവറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. അതുമല്ലെങ്കിൽ സ്വരാജിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി LDF-ന് വരുമ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല. അവിടെ എത്ര ഇത് വന്നു കഴിഞ്ഞാലും സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് കരുത്തൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു സ്വരാജ് കരുത്തനായിട്ട് കൂടി എന്തുകൊണ്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഇത്രയും വൈകി, കുറച്ച് ദിവസങ്ങളെങ്കിലും വൈകി? അതിന് കാരണമുണ്ട്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഒരു സ്ഥാനാർത്ഥി അങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അയാൾക്ക് വേണ്ടി കുറേയധികം പണവും മുടക്കി അവിടെ കുറേ ഈ പറയുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരടക്കം അവിടെ വേദിയിലെത്തണം. കാര്യം വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ഈ പറയുന്ന എല്ലാവരും വരുന്നുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ സീറ്റായിരുന്നത് നഷ്ടപ്പെടാതിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയിക്കേണ്ടത് അവരുടെ ഒരു അനിവാര്യതയാണ്. അപ്പം അവിടെ മത്സരം ടൈറ്റാവും. ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഒരു സ്ഥാനാർത്ഥി, അതായത് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അവിടെ. പിന്നെ ഈ പറയുന്ന പോലെ അവിടെ അദ്ദേഹം ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്ത്, നഗരസഭയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ പുള്ളി പ്രചരണമൊക്കെ തുടങ്ങി. കാരണം എന്താണ്, ഇവിടെ ഷൗക്കത്ത് എന്നുള്ള പേര് വന്നപ്പോഴാണ് പഴയ ചില ചരിത്ര കഥകൾ കൂടെ പൊങ്ങി വന്നത്. അതായത് കുഞ്ഞാലിയുടെ മരണവും ഇങ്ങോട്ടുള്ളത് കൂടുതൽ ചർച്ചയായി. കാരണം ചിലപ്പം അറിയാതെ കടന്ന കുറെ പേർ കൂടി ഈ ചരിത്രത്തെ അന്ന് ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദ് ആണ് സഖാവ് കുഞ്ഞാലിയെ 65-ൽ വെടിവെച്ച് കൊന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു ചരിത്രമാണ്. അതിന്റെ പിന്നിൽ ഏറ്റവും അവസാനം ഒരു ട്രാക്ടർ ഡ്രൈവറെയാണ് അതിന്റെ ബലിയാടാക്കിയത് ആര്യാടൻ മുഹമ്മദ്. കാര്യം ട്രാക്ടർ ഓടിച്ചുകൊണ്ട് വരുന്ന ഒരാൾ, അയാളാണ് പിന്നെ കുഞ്ഞാലിയെ പോലെ ഒരു MLA ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ഇരിക്കുന്ന MLA വെടിവെച്ച് കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ.
അപ്പോൾ അത്രയ്ക്ക് ക്രൂരമായ ചില നടപടികളിലൂടെയാണ് ആര്യാടൻ മുഹമ്മദ് വന്നത്. പിന്നെ ആര്യാടൻ മുഹമ്മദ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDF ശരിക്കും ഒരു ആയുധമാക്കിയിട്ടില്ല. ആയുധമാണ്, ആയുധം തന്നെയാണ്. ആയുധമാക്കി, കാരണം അത് ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞ സമയം തൊട്ട് ഈ ഒരു കഥ കുറെ നാള് ഈ ഒരു കഥ തന്നെ പ്രചരിച്ചിരുന്നു. പക്ഷെ അതിനെ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ചരിത്രം ഒന്ന് സ്റ്റോപ്പ് ആയതാണ് അനന്തുവിന്റെ മരണം വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിലമ്പൂരിലെ രാഷ്ട്രീയം ഒന്ന് കലങ്ങി മറിഞ്ഞത്. അതിന് അനന്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫാബ്രിക്കേറ്റഡ് ആണ്. അല്ല, അനന്തുവിന്റെ മരണം ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ കൂടിയും അത് എന്തുകൊണ്ട് ഈ ഇലക്ഷൻ സമയത്ത് അത് അത്രയും വാല്യുബിൾ ആയി എന്നുള്ളത് വാല്യുബിൾ ആയതല്ല, വാല്യുബിൾ ആക്കിയതാണ്. ഞാൻ ഒക്ടോബർ മുതൽ 2024 ഒക്ടോബർ മുതലുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ അനന്തു അല്ല അവിടുത്തെ വഴിക്കടവില് ഇതേപോലെ പന്നിക്ക് വെച്ചിരിക്കുന്ന ഡിസംബറിൽ മരിച്ചിട്ടുണ്ട്. 3 മരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് പന്നി ഇതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ട് 3 മരണം സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഡിസംബറിൽ ഒന്നും ചർച്ചയാവാതെ പോയത്? നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കണം. അന്നൊരു മാധ്യമപ്രവർത്തകരും ഒപ്പം പോയിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് ഇപ്പോ ചർച്ച ചെയ്യപ്പെടുന്നു? അവിടെ മരണം നടന്ന ഏതാനും അരമണിക്കൂറുകൾക്കകം അവിടെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയാണ് UDFന്റെ നേതൃത്വത്തിൽ. അവിടെ ഉണ്ടായിക്കൊണ്ട് പറയാണ് ഗവൺമെന്റ് സ്പോൺസേർഡ് മർഡർ എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന, അതായത് നിലമ്പൂരിൽ MLA ആകാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു നേതാവിന്റെ ഒരു സ്ഥാനാർത്ഥിയുടെ വായിൽ നിന്ന് വീണത് അങ്ങനെയാണ്. ഗവൺമെന്റ് സ്പോൺസേർഡ്. ഷൗക്കത്ത് പറഞ്ഞത് പോട്ടെ, അൻവർ നേരത്തെ മുതൽ പറഞ്ഞു വെക്കുന്ന ഒരു അവിടുത്തെ പ്രശ്നമല്ലേ ഈ അനന്തുവിന്റെ മരണം വന്നപ്പോ ഒന്നുകൂടെ എങ്ങനെ ചർച്ചയാവുമെന്നാ പറയുന്ന വിദ്യയെ? അതെങ്ങനെ ചർച്ചയാവും? അനന്തുവിന്റെ മരണത്തോടു കൂടി അത് ചർച്ചയാവില്ല, ചർച്ചയാവേണ്ട ആവശ്യമില്ല. അൻവർ പറഞ്ഞു വയ്ക്കുന്ന വനസംരക്ഷണ നിയമം ഇത് ആരാ ഉണ്ടാക്കിയത്? 1972 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് വനസംരക്ഷണ നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമം കൊണ്ടുവന്നതിന് ശേഷം AB വാജ്പേയി എന്ന് പറയുന്ന BJPയുടെ പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് പുള്ളി കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക ചെയ്തേ. അതിനുശേഷം ഇത്രയും MP കേരളത്തിൽ നിന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ വയനാട് എന്ന് പറയുന്ന മലയോര ജില്ലയിൽ നിന്ന് പോയ, മണ്ഡലത്തിൽ നിന്ന് പോയ പ്രിയങ്ക ഗാന്ധി ഉണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയാണ് ഈ ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വന നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? എന്നിട്ട് എന്താ കേന്ദ്രം പറയുന്നത്? ഇതെല്ലാം സംസ്ഥാനത്തിന്റെ തലയെ കൊണ്ടിടാൻ ശ്രമിക്കുകയാണ്. അത് ചർച്ചയായി കഴിഞ്ഞാൽ അത് ഇവർക്കുള്ള ബൂമറാങ് അല്ലേ? ചർച്ച ചെയ്തോട്ടെ, ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അതവർ ചർച്ച ചെയ്തോട്ടെ. ചർച്ച ചെയ്യുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഈ വന നിയമം കൊണ്ടുവന്നിരിക്കുന്നത് 1972 കൊണ്ടുവന്ന സാധനമാണ്. ഇത് ഇന്ദിരാഗാന്ധിയാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഈ വന നിയമം ഇത്ര കഴിഞ്ഞിട്ട് കാലഹരണപ്പെട്ടില്ലേ? ഇതിനെ അതിനുശേഷം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും തന്നെ ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുക, അല്ലാതെ മൻമോഹൻ സിംഗ് വന്നല്ലോ, എന്തുകൊണ്ട് മാറിയില്ല? ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ചേട്ടൻ പറയുന്നത് ഈ അനന്തുവിന്റെ മരണത്തിന് യാതൊരു സ്വാധീനവും അല്ലെ? അനന്തുവിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് അനന്ത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ആരാ? UDF ആണ്. ഈ പറയുന്ന ബിനീഷ് എന്ന മറ്റോ ആണ് അവന്റെ പേര്. ഈ ബിനീഷ് എന്ന് പറയുന്ന അയാള് സ്ഥിരമായി ഇതുപോലെ ഇലക്ട്രിക് ലൈനിൽ നിന്ന് കറണ്ട് വലിച്ചിട്ട് അവിടെ പന്നിയെ പിടിച്ച് മാംസം കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ഈ പറയുന്ന അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അയാളുടെ ഈ പറയുന്ന ബിനീഷിന്റെ വാർഡ് മെമ്പർ ആര്യാടൻ ഷൗക്കത്തിന്റെ വലം കൈയാണെന്നേ. ഇതെന്താ രാഷ്ട്രീയത്തിൽ ചർച്ച വരാത്തത്? അതുകൊണ്ടാ പറയുന്നത്. എന്നിട്ട് ഒരു സമരം പ്രഖ്യാപിക്കുന്നു. അവരേറ്റവും കൂടുതൽ പറഞ്ഞത് എന്താ? അതിനുശേഷം AK ശശീന്ദ്രൻ നേരെ കയറി വന്നു. AK ശശീന്ദ്രൻ പറഞ്ഞത് എന്താ? ഈ നടന്ന പ്രക്ഷോഭത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് AK ശശീന്ദ്രൻ പറഞ്ഞത്. ഇവര് ചെയ്തത് എന്താ? ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ മരണം സംഭവിച്ചത് UDFന്റെ ഗൂഢാലോചന എന്നുള്ള തരത്തിലേക്കാണ് UDFകാർ അതിനെ കണ്ടത്. എന്നിട്ട് UDFകാർ പറഞ്ഞിട്ട് വന്നത് എന്താ? AK ശശീന്ദ്രൻ മാപ്പ് പറയണം, വനമന്ത്രി മാപ്പ് പറയണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പോയത്. അതിന് വനമന്ത്രി എന്തിനാ മാപ്പ് പറയുന്നത്? വനമന്ത്രി പറഞ്ഞത് കൃത്യമായി ഗൂഢാലോചന നടന്നത് എവിടെയാണ്? ആ മരണം സംഭവിച്ചു അരമണിക്കൂറുകൾക്കുള്ളിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ചെയ്തത് എന്താ? ഇവര് മലപ്പുറത്ത് ജില്ലാ ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡ് ഉപരോധിക്കേണ്ട ആവശ്യം എന്തുവാ? ഇതും പോട്ടെ, ഇതിനകത്ത് പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന ഒരാളാണ്. ഈ ജ്യോതികുമാർ ചാമക്കാല എന്താ കാണിച്ചത്? ജ്യോതികുമാർ ചാമക്കാല മാധ്യമങ്ങൾക്കെല്ലാം ബൈറ്റ് കൊടുത്തത് എന്താ? ഇതെല്ലാം ഗവൺമെന്റ് സ്പോൺസേർഡ് കൊലപാതകം എന്നാണ് പറഞ്ഞത്. അതിൽ ഊന്നി നിന്നുകൊണ്ടാ പറഞ്ഞത്. എന്നിട്ട് ജ്യോതികുമാർ ചാമക്കാലയുടെ ഫേസ്ബുക്കിനകത്ത് വന്ന പോസ്റ്റ് എന്തായാലും പിൻവലിച്ചത്? അവരെല്ലാം കൂടി അവിടെ കൂടിയിരുന്നു കൊണ്ട് സെൽഫി എടുത്ത് അവർ പോസ്റ്റ് ചെയ്തു. ആ സെൽഫിക്കകത്ത് ഒരു കൊച്ചിന്റെ മരണത്തിന് അവർ ആഘോഷിക്കുമായിരുന്നോ അതോ പ്രൊട്ടസ്റ്റ് ചെയ്യുമായിരുന്നോ ചെയ്ത്? എന്നിട്ട് അത് ചർച്ച ചെയ്യപ്പെടണ്ടേ? അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ വന്ന ചർച്ചകൾ, ഈ ചർച്ചാ വിഷയം ഒന്നും ഈ വോട്ടിനെ ബാധിക്കില്ലെന്നാണോ ചേട്ടാ? ഇതൊക്കെ ബാധിക്കേണ്ട വിഷയങ്ങളാണ്. അതായത് ഇതൊക്കെ UDFനെ ബാധിക്കേണ്ട വിഷയങ്ങൾ, LDFനെ അല്ല.
നമ്മൾ നോക്കിയാൽ ആ ഒരു ഈ ഘട്ടം എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എം സ്വരാജ് ഇതെല്ലാം യുഡിഎഫിനെ ബാധിക്കുമെന്നാണ് യുഡിഎഫിനെ ബാധിക്കേണ്ട വിഷയങ്ങളാണ് തീർച്ചയായിട്ടും അതെ. കാരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എം സ്വരാജ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ്. അക്കാര്യത്തിൽ ഒരു കേരളത്തിലുള്ള ഒരാൾക്കും ഒരു തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. വളരെ വ്യക്തമായ നിലപാടുകളാണ്. പലരും പറഞ്ഞല്ലോ തൃപ്പൂണിത്തുറയിൽ എം സ്വരാജ് എന്താ അടുത്ത തവണ വിജയം 2021 തെരഞ്ഞെടുപ്പിൽ എന്താ എം സ്വരാജ് തോറ്റത്? വ്യക്തമായ കാരണം ഉണ്ടെന്നേ. ആ വ്യക്തമായ കാരണം തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിച്ച് BJP സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട്, എന്റെ വോട്ട് മുതൽ മുഴുവൻ കെ ബാബുവിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. BJP വോട്ട് അവിടെ മറിച്ചു എന്ന് ഈ BJPയുടെ സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കിയല്ലേ. കെ ബാബുവോട് എന്താ ചെയ്തത്? കെ ബാബു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഇവിടെ ബാർക്കോഴ എന്ന് പറയുന്ന ഏറ്റവും വലിയ അഴിമതി നടത്തിയ ഒരു എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പം ഈ കെ ബാബു അതിനകത്ത് വോട്ടർ സ്ലിപ്പിനകത്ത് അയ്യപ്പന്റെ പടം വെച്ച് വിതരണം ചെയ്തതല്ലേ, അതിനെതിരെയല്ലേ എം സ്വരാജ് സുപ്രീം കോടതി വരെ കേസിന് പോയിരിക്കുന്നത്. അപ്പം എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം എം സ്വരാജ് ഈ അവിടെ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ആദ്യത്തെ വട്ടം MLA ആയി വരുന്നതിന് തൊട്ട് മുമ്പ് തൃപ്പൂണിത്തുറയുടെ അവസ്ഥ എന്തായിരുന്നു? മൊത്തം പൊളിഞ്ഞ് നാശമായി കിടക്കുന്ന റോഡുകൾ, വികസനം തൊട്ട് തെറിച്ചിട്ടില്ലാത്ത സ്ഥലമല്ലായിരുന്നു. അവിടെ ഇപ്പോൾ റോഡുകൾ പോയി നോക്ക്. എം സ്വരാജ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടുത്തെ റോഡുകളെല്ലാം വൃത്തിയാക്കി, അവിടെ വികസനം വന്നെത്തി. പക്ഷേ എന്തുകൊണ്ട് അവിടെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എം സ്വരാജിന്റെ ചില നിലപാടുകളാണ് പ്രശ്നം. നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വർഗീയ ഫാസിസത്തിനെതിരായിട്ട് സ്വരാജ് ഇക്കാലം അത്രയും സ്വീകരിച്ച നിലപാടുകളുണ്ട്. ആ നിലപാടാണ് യാഥാർത്ഥ്യം. അവിടെ പക്ഷേ എം സ്വരാജിനെ തോൽപ്പിച്ചേ അടങ്ങും. അതുകൊണ്ടല്ലേ നിസ്സാരം ചില ഭൂരിപക്ഷത്തിലല്ലേ കെ ബാബു ജയിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്താ? BJPയുടെ വോട്ട് മറിഞ്ഞതാണ്. അത് വ്യക്തമാക്കിയിട്ടുണ്ട് BJPയുടെ സ്ഥാനാർത്ഥി തന്നെ. പിന്നെ അതിൽ പരം എന്താ വേണ്ടത്? അപ്പം ജനകീയനായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വളരെ നിലപാടുകളുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് എം സ്വരാജിന്റെ പ്രാധാന്യം. സ്വരാജിനാണ് സാധ്യത കൂടുതൽ. അതായത് ഈ പറയുന്ന നാണംകെട്ട കളികളൊന്നും കളിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്വരാജും ഷൗക്കത്തും അൻവറും മാത്രമേ വന്നുള്ളൂ. നമുക്ക് സ്ഥാനാർത്ഥിയും കൂടെ ഉണ്ട്, മോഹൻ ജോർജ്. മോഹൻ ജോർജിനെ പരിഗണിക്കേണ്ട ഒരു ആവശ്യമില്ല. പരിഗണിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടിയും എങ്ങനെയായിരിക്കും BJPയുടെ ഒരു ഭാവി? BJPയുടെ 2 ദിവസത്തെ ഭാവി എന്ന് പറഞ്ഞാല് BJPയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ വലിയ താല്പര്യമില്ല. ഒന്നാമത് ഇവർക്ക് ആകെപ്പാടെ ഹിന്ദു വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ 10,000-15,000 വോട്ടുകൾ മാത്രമാണ് അവിടെ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള ഹിന്ദു വോട്ടുകൾ എന്ന് പറഞ്ഞാൽ. അതായത് BJPക്ക് ഹിന്ദു വോട്ടുകൾ, BJPക്ക് എന്ന് പറയാൻ പറ്റില്ല, BJP വോട്ടുകൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് പറയാം. കഴിഞ്ഞ തവണ 7,000 വോട്ടിൽ താഴെ കണ്ട് കിട്ടിയിട്ടുള്ളൂ. അൻവറിന്റെ കൂടെ കയറി. അപ്പൊ ആ ഒരു പ്രതീക്ഷയും പോയി. അപ്പം 22% മാത്രമാണ്, 25% മറ്റോ ആണ് അവിടെ ഹിന്ദുക്കളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ മൊത്തം കണക്കെടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മോഹൻ ജോർജ് എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. കേരള കോൺഗ്രസിലിരുന്ന മോഹൻ ജോർജ് ഒരു സുപ്രഭാതം നടക്കുന്ന BJPയുടെ നിലമ്പൂർ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിക്കുന്നു. ഇത്തരത്തിലുള്ള നിലപാടുകൾ BJPക്ക് ദോഷം ചെയ്യും. അതിനുശേഷം കഴിഞ്ഞ ദിവസം വന്നിരുന്നുണ്ട് പറയാൻ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത ഞങ്ങൾ 7 മാസം കൊണ്ട് പൂർത്തീകരിക്കും, ഞങ്ങൾ വന്നു കഴിഞ്ഞ ഉടനെ. എന്ത് ചെയ്യുമെന്നായി പറയുന്നത്? ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുമ്പോൾ അതിനൊരു ഇതുണ്ടാവും, ഒരു താല്പര്യം ഉണ്ടാവണം. ജനങ്ങളോട് പറയുന്നതിന് അത് ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇവിടുന്ന് മലപ്പുറം കോഴിക്കോട് ഗൂഡല്ലൂർ പാത ഞങ്ങൾ അതങ്ങ് 4 വരിയാക്കും ഹൈവേ. ഇടയിൽ ദേശീയപാത 66 പണി നടന്ന് പലയിടത്തും പൊളിഞ്ഞു വീണെന്നേ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിമിഷം. ഇപ്പൊ ഈ പ്രചരണത്തിന്റെ ലാസ്റ്റ് സമയത്താണ് ഇവരിങ്ങനെ ഒന്നും സംഭവിക്കില്ല. സ്ഥാനാർത്ഥിക്ക് കാര്യമായ ഒരു ഇൻഫ്ലുവൻസും അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല നേതൃത്വത്തിന് പോലും വലിയ വിശ്വാസമില്ല. നേതൃത്വത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവർക്ക് ഭരണം പിടിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് ഈ പറയുന്ന സമീപഭാവി എന്നുള്ള ഒരു സാധനത്തിലല്ല അവർ ചിന്തിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരാലോചിക്കുന്ന ഒരു 2030 എന്ന് പറയുന്നതാണ് അവരുടെ ടാർഗറ്റ്. ഈ 2030 അവർ പ്രതിപക്ഷത്തേക്ക് വരും. കാരണം UDFന്റെ നാശമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. UDF ഇല്ലാതെയാവുക, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാതെയാവുക. ദേശീയ തലത്തിലുള്ള അവരുടെ തീരുമാനം അങ്ങനെയാണല്ലോ. കാരണം നമ്മൾ ദേശീയ തലത്തിൽ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ ബാബറി മസ്ജിദ് അത്രയൊരു തർക്കഭൂമിയായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ രാജീവ് ഗാന്ധി എടുത്ത ചില നിലപാടുകളായിരുന്നു. അത് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. ഇവിടെ സംഘപരിവാർ വളരാൻ വേണ്ട എല്ലാ മണ്ണൊരുക്കി കൊടുത്തത് ഇവിടെ കോൺഗ്രസ്സുകാരാണ് ദേശീയ തലത്തിൽ. അപ്പോൾ അതേ ട്രാക്ക് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് വേറൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ VD സതീശന്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് പാർട്ടി എത്രത്തോളം മുന്നോട്ട് പോകും. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഇതിനു ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ആരായിരുന്നു നട്ടല്ലായിരുന്ന ആള്? പിന്നെ ലീഗ് തന്നെയാണ്. ലീഗല്ലേ? 9 വർഷമായി. ഇതോടെ 10 വർഷമാവും അവർക്ക് അധികാരം കിട്ടാതെ ലീഗ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു മുന്നണിയിൽ
ഒരു പിന്നെ അവരെ താങ്ങിക്കൊണ്ട് ഒരു തവണ പോലും അധികാരമില്ലാതെ എത്ര കാലം ഒരു പാർട്ടിക്ക് പിടിച്ചിരിക്കാൻ പറ്റും? മുസ്ലിം ലീഗിനെ പോലെ ഒരു സ്വതന്ത്രമായി നിൽക്കാത്ത ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ഒരു മുന്നണി ബന്ധത്തിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. CPI പിന്നെ CPM-ന്റെ കൂടെ നിൽക്കുന്നു, ഇടതുപക്ഷത്ത് നിൽക്കുന്നു, ഗുണമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ലീഗിന്റെ ഒരു ഈ UDF ആയിട്ടുള്ള ഒരു പിന്തുണ വലിയൊരു പിളർപ്പിലോട്ട് പോകത്തില്ലേ? തീർച്ചയായിട്ടും സമീപഭാവിയിൽ അങ്ങനെ ഒരു വലിയ പിളർപ്പിലേക്ക് എത്തും. കാരണം ഇനി വരാൻ പോകുന്ന 26-ൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം നടക്കും. അതായത് ഇവർ ഏറ്റവും കൂടുതൽ ഉയർത്തിയിരുന്ന ഒരു വാദം 5-ാം മന്ത്രിവാദമായിരുന്നു. ഉമ്മൻചാണ്ടി അധികാരത്തിൽ കയറുന്ന സമയത്ത് ഇവർക്ക് 4 മന്ത്രിമാരെ കൊടുക്കും, 5-മതൊരു മന്ത്രിയും കൂടെ വേണം എന്നുള്ള നിലയിൽ പിന്നെ ലീഗുകാർ ഒരു വാദം ഉയർത്തി. അന്ന് ഈ ആര്യാട മുഹമ്മദ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ആര്യാട മുഹമ്മദ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ലീഗിന് 5-ാം മന്ത്രിമാരെ കൊടുക്കുകയാണ് പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരെങ്കിൽ കേരളം ഭരിക്കുന്ന അവസാനത്തെ UDF സർക്കാരായിരിക്കും ഉമ്മൻചാണ്ടിയുടേത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഒരാളായിരുന്നു ആര്യാട മുഹമ്മദ്. ഈ ആര്യാട മുഹമ്മദിന്റെ മോനാണ് ഷൗക്കത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രവർത്തകർ ഇപ്പോഴും ഉടക്കി നിൽക്കുന്നതിന്റെ മെയിൻ കാരണം ഇതാ. കാരണം ഷൗക്കത്താണ് ഏറ്റവും കൂടുതൽ അവർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളതും അവർക്കെതിരെ സംസാരിച്ചിട്ടുള്ളത്. തങ്ങളുടെ കുടുംബത്തിൽ റെയ്ഡ് നടത്തണമെന്ന് പറഞ്ഞല്ലേ, മതത്തിന്റെ പേരും പറഞ്ഞാൽ അവർ നടത്തുന്ന വേറെ ബിസിനസ്സാണ്, ആധ്യാത്മികതയുടെ പേരും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് പിന്നെ പാണക്കാട് കുടുംബത്തിൽ കയറിയിട്ട് റെയ്ഡ് നടത്തണമെന്ന് പറഞ്ഞ ആളല്ലേ ഷൗക്കത്ത്. ഇപ്പൊ അതൊക്കെ അയാൾ മാറ്റി പറയും, അത് വേറൊരു കാര്യം. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞ ഇപ്പം ഇത്രയും 11 ദിവസം അല്ലേ പ്രചാരണം. ഈ 11 ദിവസം ശരിക്കും പറഞ്ഞാൽ സ്വരാജും ഷൗക്കത്തും തമ്മിലുള്ള മത്സരം പോലെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. കാരണം എങ്ങനെങ്കിലും സീറ്റ് നഷ്ടപ്പെട്ടു പോയ സീറ്റ് തിരിച്ചു പിടിക്കണമെന്ന് ഷൗക്കത്തിനും ഉണ്ട്, നിലനിർത്തി പോകണമെന്ന് സ്വരാജിനും ഉണ്ട്. രണ്ടുപേരും എന്താ പറയുന്നത്, ഒരു ഒപ്പത്തിനൊപ്പം അല്ലെ ഇഞ്ചോട് ഇഞ്ചി. ഇപ്പൊ നിലവിലുണ്ടായ ഒരു വിഷയം കഴിഞ്ഞ ദിവസം എന്തിനാണ് ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. വി വി പ്രകാശൻ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരുകാർക്ക് വളരെ ജനപ്രിയനായ ഒരു നേതാവാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിന്റെ വീട്ടിലേക്ക് എം സ്വരാജ് ചെല്ലുന്നു. എം സ്വരാജ് ചെന്നിട്ട് വിധവയായ അദ്ദേഹത്തിന്റെ ഭാര്യയെയും കാണുന്നു, കുട്ടികളെയും കണ്ട് അവരോട് കുശലാന്വേഷണമൊക്കെ നടത്തി. ഒരു ഘട്ടത്തിൽ പോലും വോട്ട് ചോദിച്ചിട്ടില്ല എം സ്വരാജ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഒരു ഘട്ടത്തിൽ പോലും അവിടെ ചെന്നിട്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് എം സ്വരാജ് പറഞ്ഞിട്ടില്ല. അവിടെയാണ് അയാളുടെ രാഷ്ട്രീയ മാന്യത നമ്മൾ അളക്കേണ്ടത്. എം സ്വരാജിന്റെ ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, വോട്ട് അപേക്ഷിച്ചിട്ടില്ല. എന്നിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആർക്കൊക്കെയാണ് കൊണ്ടത്? സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCCയുടെ പുതിയ അധ്യക്ഷൻ, അദ്ദേഹത്തിന് കൊണ്ടു. അതിന് അയാൾ മറുപടി പറഞ്ഞത് എന്താണ്? എം സ്വരാജ് വെറുതെ സമയം കളഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തിനു സമയം കളയണം? പരിചയക്കാരനായ ഒരാളുടെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവരടുത്ത് വീട്ടിലെ തെരഞ്ഞെടുപ്പിന്റെ പരിപാടിയായിട്ട് വീടിനടുത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായും പഴയ പരിചയക്കാരുടെ വീട്ടിലേക്ക് അയാൾ കയറി ചെന്നു, എം സ്വരാജ് കയറി ചെന്നു. വോട്ട് ചോദിച്ചിട്ടില്ല, അവരുടെ നിലപാടുകളിൽ അവർ മാറ്റം ഉണ്ടാക്കണ്ട എന്ന് എം സ്വരാജ് കരുതുന്ന അത്രയും പൊളിറ്റിക്കൽ മാന്യത എന്ന് പറയുന്ന സാധനമുണ്ട്. അത് എം സ്വരാജ് കാണിച്ചു. പക്ഷേ അത് കാണിക്കാൻ എന്തുകൊണ്ടോ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നില്ല, ഈ പറയുന്ന പിന്നെ സണ്ണി ജോസഫിന് കഴിയുന്നില്ല, VD സതീശിന് കഴിയുന്നില്ല. രാഹുൽ മാങ്കൂട്ടം അൻവറിനെ പോയി കണ്ടതും ഇടയ്ക്ക് ഒരു വിവാദമായിട്ട് 2 ദിവസം മുന്നേ അതൊരു വിവാദമായിട്ട് കുറച്ച് ദിവസം നിന്നു. വിവാദം എന്നല്ല, അതൊരു കോമഡിയാണ് ആക്ച്വലി. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ, ഇന്നിപ്പോൾ കൊട്ടിക്കലാശം, ഇന്ന് വരെയുള്ള നമ്മളൊന്ന് ബാക്കിലോട്ട് ചിന്തിച്ചു നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ചിരിക്കാനുള്ള എല്ലാ കോമഡി ഉണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വിഷമം ഉണ്ടാക്കിയത് ആ കുട്ടിയുടെ മരണം മാത്രമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലോട്ട് വലിച്ചടിച്ചതും കുറച്ച് കഷ്ടമായിപ്പോയി. അതൊരിക്കലും ഈ പറയുന്ന പോലെ അത്തരം കാര്യങ്ങൾ അവർ വീട്ടുകാർ പോലും അവരുടെ സുഹൃത്തുക്കൾ പോലും പറഞ്ഞത് കോൺഗ്രസ്സുകാർ പട്ടി ഷോ കാണിച്ചു. ഇതേ വാക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത്, പട്ടി ഷോ കാണിക്കുകയായിരുന്നു പറഞ്ഞു. ഇതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് നാട്ടുകാർ പോലും ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇങ്ങനെ ഈ രീതിയിലൊക്കെ അധപ്പതിച്ചു പോയി UDF. സത്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയേ. ഒരാള് പിന്നെ സ്ഥാനാർത്ഥി ഒരു രാജിവെച്ചു, ഒരാൾ കാരണമാണ് അവിടെ ഇതുണ്ടായത്. ആ ഒരാൾ കാരണമാണ് അവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. പി വി അൻവർ എന്ത് ചെയ്തു? ശരിക്കും ഒരു 8 മാസത്തെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 8 മാസത്തേക്കിന് വേണ്ടിട്ട് എന്തോരം ആൾക്കാരെ ബുദ്ധിമുട്ടുന്നു, എത്രത്തോളം പണം ചെലവാകുന്നു. അത് മാത്രമല്ല, ഈ ഒരു ക്ലൈമറ്റില്, ഇപ്പോഴത്തെ ക്ലൈമറ്റ് വളരെ മോശമായിട്ടൊരു ക്ലൈമറ്റ് നിൽക്കുന്ന സമയത്ത് ഒരു ഇലക്ഷൻ വരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോരം ബുദ്ധിമുട്ടുകൾ. ജനങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന സ്ഥാനാർത്ഥികളും അണികൾക്കും എല്ലാം ഉണ്ട് ഈ പ്രശ്നങ്ങൾ. പറയുമ്പോൾ നിസ്സാരമാണെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ട്. ഇതിനെല്ലാം കാരണക്കാരൻ പി വി അൻവറാണ്. ഈ ഒരു പ്രശ്നത്തിന് കാരണം, അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു UDFനെ ഒരു ത്രിശങ്കു സ്വർഗത്തിലേക്ക് എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ആ ത്രിശങ്കു സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന് വലിച്ചിട്ട ഒരേ ഒരു നേതാവ് ഈ പി വി അൻവറാണ്. ആ ജനങ്ങളെ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ച ഒരു നേതാവ് പി വി അൻവറാണ്. അത് തിരിച്ചറിയണമെന്നേ ജനം. കാര്യം തങ്ങൾക്ക് വേണ്ടി പി വി അൻവർ എന്ത് ചെയ്തു?
ഈ പി വി അൻവർ പിണറായിസം എന്ന് പറയുന്നു. ജനങ്ങൾ ചിന്തിക്കുന്ന പിണറായിസം എന്താണെന്നറിയോ? ജനങ്ങൾ ചിന്തിക്കുന്ന പിണറായിസം അവരുടെ വീട്ടിലേക്ക് മാസം തോറും പെൻഷൻ വരുന്നുണ്ട്, ഇടയ്ക്ക് കുടിശ്ശിക വന്നെങ്കിലും ആ കുടിശ്ശിക തീർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു പിണറായിസമാണ്. ഈ പറയുന്ന നമുക്കറിയാവുന്ന പോലെ വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനം നടക്കുന്നു, വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്നു, അത് പിണറായിസമാണ്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ പോരാട്ടമാണെന്നേ. പണ്ട് VS അച്യുതാനന്ദൻ ഇത് കൊണ്ടുവന്ന സമയത്ത് പിന്നെ സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇത് ചെയ്യാൻ തയ്യാറായി വന്നിരുന്നു, വിഴിഞ്ഞം പോർട്ടിന്റെ പരിപാടി. അന്ന് പിന്നെ AK ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയാ, എന്തോ ചൈനീസ് ബന്ധം ആ കമ്പനിക്ക് ഉണ്ടെന്നും പറയുന്നുണ്ട്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്, അത് തള്ളിക്കളഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതാണ്. അതിനുശേഷം ഉമ്മൻചാണ്ടി ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഇതിനുവേണ്ടി സമരം ചെയ്ത്, അതായത് വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തതാണ് CPM-കാർ. തിരുവനന്തപുരത്തടക്കം, തിരുവനന്തപുരത്ത് വിഴിഞ്ഞം മുതൽ ഇവിടെ വരെ സെക്രട്ടേറിയറ്റ് വരെ ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചായിരുന്നു CPM, ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട്, അതായത് പ്രതിപക്ഷ MLA-മാരുടെ ഭാഗമായിട്ട്. അന്ന് ഒരറ്റത്ത് പിടിച്ചിരുന്ന ആദ്യം ഒന്നാമത്തെ ആൾ പിണറായി വിജയനായിരുന്നു, ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന പന്ന്യൻ രവീന്ദ്രനായിരുന്നു. ഇങ്ങനെ ഒരു വലിയ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന്. 212 ദിവസം നീണ്ടു നിൽക്കുന്ന സമരപരിപാടികൾ നടത്തിയിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ. എവിടെ? പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ. ഇതൊക്കെയാണോ പിണറായി? ഇതൊക്കെ ആയിരിക്കും പിണറായിസം എന്ന് പറഞ്ഞാൽ. ജനങ്ങൾക്ക് ഈ പറയുന്ന പോലെ ചൂരൽമല മുണ്ടയ്ക്ക് ദുരന്തം ഉണ്ടായ സമയത്ത് അവർക്ക് വേണ്ട അവിടെ അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന പരിപാടി തുടങ്ങി, അല്ലെങ്കിൽ പുനർനിർമ്മിക്കുന്ന റീബിൽഡിങ്ങിനെ കുറിച്ച് തുടങ്ങി. ഇത് മറ്റൊരു ഭരണമായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉമ്മൻചാണ്ടി ആയിരുന്നു കേരളം ഭരിച്ചിരുന്നതെങ്കിൽ കോവിഡിന് ശേഷം ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എണീറ്റ് നടക്കുമായിരുന്നു? എത്ര മരണങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു? അന്ന് ശൈലജ ടീച്ചറിന് പകരം പിന്നെ അന്ന് പണ്ടുണ്ടായിരുന്ന VS ശിവകുമാർ ആയിരുന്നു ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയെങ്കിൽ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അങ്ങനെ ചിന്തിച്ചു നോക്കുക. ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ പ്രളയത്തെ എങ്ങനെ മാനേജ് ചെയ്തേനെ? നമ്മൾ കോവിഡ് എന്ന് പറയുന്ന സംഗതി എങ്ങനെ മാനേജ് ചെയ്തേനെ? മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്നൊരു അവസ്ഥ ഉണ്ടായേനെ ഇവിടെ. പിണറായി വിജയൻ കൃത്യമായി പറഞ്ഞാൽ എല്ലാ ദിവസവും 6 മണി മുതൽ 7 മണി വരെ പിണറായി വിജയൻ എന്ത് പറയുന്നു, മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കാത്തിരുന്നവരാണ് മലയാളികൾ, അല്ലേ? ഇവിടെ കുരങ്ങിനും തെരുവ് നായ്ക്കൾക്ക് പോലും ആഹാരം എത്തിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ഒരുതരം കരുതലായിരുന്നു പിണറായിസം. ആ പിണറായിസത്തെയാണ് വെല്ലുവിളിക്കാൻ വരുന്നത്. അല്ലാതെ എന്താണ് PV അൻവർ ഉദ്ദേശിക്കുന്ന പിണറായിസം? ഇവിടെ ഏതെങ്കിലും ഏതെങ്കിലും അഴിമതികൾ രേഖാമൂലം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? മാത്യു കുഴൽനാടൻ കൊണ്ടുകൊടുത്ത രേഖകൾ പോലും കോടതി വലിച്ചെറിഞ്ഞില്ലേ? ഇതിനകത്ത് നിങ്ങൾ കൊണ്ടുപോവാ, വേറെ തെളിവ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട്, CMR അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം ഇതിൽ എന്താണ് പിണറായിസം? പിണറായിസം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ തുടങ്ങിയതാണോ പിണറായിസം? അങ്ങനെയെങ്കിൽ ആ പിണറായിസം ജനങ്ങൾക്ക് നല്ലതല്ലേ? ഇവിടുത്തെ ഹൈവേ വികസനത്തിൽ കേന്ദ്ര സർക്കാരിലെ നിതിൻ ഗഡ്കരിയുമായി ചേർന്ന് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചേർന്നുകൊണ്ട് NH-66 വികസനം നടത്തുന്നതാണോ പിണറായിസം? അതിന് 5000-ത്തിലധികം കോടി രൂപ മുടക്കിയിട്ട് ഇത്രയും അധികം സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് ആ ദേശീയപാത നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ നടപടികൾ കൊണ്ടുപോകുന്നതാണോ? കേരളത്തിൽ മാത്രമേ ഉള്ളെന്നേ നിതിൻ ഗഡ്കരി വളരെ വ്യക്തമായി പറഞ്ഞ കേരള സർക്കാരിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ദേശീയപാത NH-66 ഇവിടെ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ വേഗത്തിൽ പണി നടത്താനുള്ള കാരണം. വേറെ എങ്ങും ഇതുപോലൊന്നും ആയിട്ടില്ല, വേറെ എങ്ങും ഒരു പണി നടന്നിട്ടില്ല. അപ്പം അതാണ് പിണറായിസം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണേലും അൻവർ പറയുന്നുണ്ട് അൻവർ ജയിക്കുമെന്ന്. അൻവറിന് പറയാമല്ലോ, ഇപ്പൊ പറയുന്നത് എല്ലാവർക്കും പറയാമല്ലോ. ഷൗക്കത്തിന് പറയാം, M സ്വരാജിന് പറയാം. സ്വരാജ് 35,000-ത്തിലധികം വോട്ട് മേടിക്കുമെന്നും പറയുന്നുണ്ട്. സ്വരാജ് 35,000 ഒന്നും അല്ല വോട്ട് മേടിക്കും. സ്വരാജിനെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അൻവർ പറഞ്ഞെന്താ? അത് പറഞ്ഞു അൻവറിന് എന്തും വേണേ പറയാലോ. കാര്യം അൻവർ പറയുന്ന അൻവർ 75,000 വോട്ടാണ്. അതായത് ഉറപ്പ് പറയുന്നുണ്ട് ജയിക്കും, അൻവർ ജയിക്കും. ജയിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടെന്നേ. ജനങ്ങൾക്ക് എന്ത് ചെയ്തു PV അൻവർ? ഈ പറയുന്ന ജനങ്ങളെ എല്ലാം കൂടെ വീണ്ടും അവരുടെ ഇപ്പൊ ഒരു മുന്നണിയിൽ നിന്ന് ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അയാളെ വിശ്വസിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ ആ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? ശരിയല്ലേ? അതേസമയം ആ വിശ്വാസത്തിന് മറുകണ്ഠം ചാടുമല്ലായിരുന്നു ചെയ്തേ. ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലല്ലേ PV അൻവറിനെ ജനങ്ങൾ വിജയിപ്പിച്ചത്? അത് മാത്രമാണല്ലോ അയാളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അല്ലാതെ PV അൻവർ എന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ വിദേശത്ത് സൗത്ത് ആഫ്രിക്കയെ കൊണ്ടുപോയിട്ട് സ്വർണ്ണഖനി നടത്തുന്നതാണോ? ജനങ്ങളോട് പുള്ളി എന്ത് ചെയ്തു? സ്വന്തമായി തടയണ കിട്ടുകയും റിസോർട്ടുകൾ നിർമ്മിക്കുകയും ഈ അനധികൃതമായി ചെയ്യുകയും ചെയ്യുന്നതാണോ ശരിക്കും PV അൻവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? ഈ പറയുന്ന നാട്ടുകാരെ മുഴുവനായിട്ട് പറഞ്ഞു വിടുന്നതല്ലേ തെറ്റ്? ഈ പറയുന്ന തെരഞ്ഞെടുപ്പിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചതാരാണ്? PV അൻവർ. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് മുഴുവൻ PV അൻവർ ആണ്. PV അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഇല്ലായിരുന്നെങ്കിൽ ഇന്നും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇമാതിരി കന്നന്തിരിവ് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ജനങ്ങൾക്ക് ഗുണം കിട്ടിയാനെ. കഴിഞ്ഞ 1 വർഷത്തോളമായി ആ ജനങ്ങൾ കഷ്ടതയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക, കഷ്ടതയിൽ കിടക്കുകയാണ്. കഴിഞ്ഞ 1 വർഷമായി അവർക്കൊരു MLA ഇല്ലാത്തതിന് തുല്യമാണ്. എന്തെല്ലാം പദ്ധതികൾ അവിടെ കൊണ്ടെത്തിക്കാമായിരുന്നു?
അതിന് PV അൻവർ അന്നേരം എല്ലാം PV അൻവർ എന്താ പറഞ്ഞത്, ഞാൻ മറ്റേതിന് ശ്രമിക്കുകയാണ്, അവിടെ പിണറായി സത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതായിരുന്നില്ല ഒരു ഭരണപക്ഷ MLA എന്നുള്ള നിലയിൽ PV അൻവർ ചെയ്യേണ്ടിയിരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇത് പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ പിന്തുണ കൊടുത്തിട്ടുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്ന് പറയേണ്ടി വരും. പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരൊക്കെ വെറും പൊട്ടന്മാരാണ്. കാരണം ജനങ്ങളെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ അവസാന നിമിഷം വരെ പിന്തുണകൾ ഇങ്ങനെ വന്നുകൊണ്ടേ. അതാ പറഞ്ഞത്, ഈ പറയുന്ന പിന്തുണ എന്ന് പറയുന്നത് സംഘടനാപരമായിട്ടാണ് പിന്തുണ, വ്യക്തിപരമല്ല. വോട്ടുകൾ എപ്പോഴും വ്യക്തിപരമാവണം. ഈ സംഘടനാപരമായിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു പരസ്യമായ ഒരു നിലപാടെടുക്കാതെ ഒരു മനസാക്ഷി വോട്ടെന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് കൊണ്ട് എത്തിച്ചേരുന്ന ഇത്രയും വിഷയം ഉണ്ടാവുമായിരുന്നു. UDF ഇത്രയും കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടാക്കണ്ട. അവർക്ക് നാണക്കേടായി, വിശദീകരണം കൊടുക്കേണ്ട ആവശ്യവും വരില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മൊത്തം കോമഡി കാണിച്ചുകൊണ്ട് ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന UDF, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും തനിക്ക് വീണ്ടും നിലമ്പൂരിൻ്റെ ഒരു പ്രതിനിധിയാവാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന PV അൻവർ. ഇപ്പൊ ഇതൊക്കെയാണ് മറ്റൊരു കാഴ്ച. അതുകൊണ്ടാണ് പറഞ്ഞത് കാറ്റ് വീശുന്നത് സ്വരാജിലോട്ടാണ്. സ്വരാജിലേക്ക് എനിക്ക് താല്പര്യം സ്വരാജിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ്. കാരണം M സ്വരാജ് എന്ന് പറയുന്നത് നിലപാടുള്ള ഒരു നേതാവാണ്, സ്ഥാനാർത്ഥിയാണ്. തന്നെയുമല്ല M സ്വരാജ് ഇനി അവിടെ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം ചിന്തിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. കാര്യം M സ്വരാജിനെ അവിടെ ജനങ്ങൾ വിജയിപ്പിച്ചാൽ നാളെ വീണ്ടും M സ്വരാജ് തന്നെ ആയിരിക്കും വരുന്നത്. നാളെ വീണ്ടും നിലമ്പൂരുകാർക്ക് തലവനായിട്ട് M സ്വരാജ് തന്നെ വരും. അപ്പം അന്ന് കിട്ടാൻ പോകുന്ന ഒരുപക്ഷെ മന്ത്രിയായിരിക്കും. M സ്വരാജ് എന്ന് പറയുന്ന ഒരു മന്ത്രിയായിരിക്കും അവർക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പം നിലമ്പൂരുകാർ ചിന്തിക്കട്ടെ, അവർക്ക് പണ്ട് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു മുൻ മന്ത്രിയാണോ നിങ്ങൾക്കൊരു മന്ത്രിയാണോ വേണ്ടതെന്ന് ആര്യാടൻ മുഹമ്മദ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തൊട്ട് പിന്നാലെ ആര് വരും? തൊട്ട് പിന്നാലെ UDF വരാനാണ് സാധ്യത. കാര്യം PV അൻവറിനെ എല്ലാവരും ചവിട്ടും. കാരണം എന്ന് വെച്ചാൽ ജനങ്ങളോടൊട്ടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു നേതാവാണ് PV അൻവർ. അവരുടെ വിശ്വസിച്ച് ജയിപ്പിച്ച നാട്ടുകാരോട് പിന്നെ തന്റെ മണ്ഡലത്തിലുള്ള സാധാരണക്കാരോടൊന്നും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാൾക്കൊന്നും രാഷ്ട്രീയത്തിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. PV അൻവർ ചെയ്തിട്ടുള്ള എല്ലാം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ PV അൻവർ പോയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. DMK പോയി എന്തിനു വേണ്ടിയാണ്? ഇവിടെ രാഷ്ട്രീയത്തിൽ പിന്നെ അല്ലെങ്കിൽ UDFിലേക്ക് കയറിയ പോരായിരുന്നു. എന്തിനാ PV അൻവർ കെഞ്ചി? അത് കഴിഞ്ഞിട്ട് പോയി DMK ഉണ്ടാക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടി? ഇലക്ഷൻ വന്ന സമയം അതാ പറഞ്ഞത്, DMK ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് ആവുന്നു, പിന്നെ UDFിൽ അസോസിയേറ്റ് അംഗമാകണമെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാണ്? പുള്ളിയുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രമോ? അല്ലാതെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ PV അൻവർ ലക്ഷ്യം വെക്കുന്നത് സ്വന്തം കീശ വീർപ്പിക്കുക, സ്വന്തമായി വലുതാകുക, അതിനെന്ത് കള്ളത്തരവും പ്രചരിപ്പിക്കുക, അതിനെന്ത് നെറികേടും കാണിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് PV അൻവർ നിൽക്കുന്നത്. M സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം M സ്വരാജ് വിജയിച്ചാൽ അത് പിന്നെ പാർട്ടി CPM-ന് മാത്രമല്ല ഗുണം ചെയ്യുന്നത്, ആ നിലമ്പൂരുകാർക്ക് തന്നെ ഗുണമാണ്. ഇനി ഒരു മന്ത്രിസഭ നേരത്തെ വെറുതെ ഒരു വാർത്ത ഫ്ലാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് ഉടൻ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വാർത്ത ഇതിനു മുമ്പ് തന്നെ ഫ്ലാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാ മാധ്യമങ്ങളിലും ചർച്ചയാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വാർത്തയും ഇതും കൂടെ ചേർത്ത് നമുക്ക് വായിക്കേണ്ടി വരും. നാളെ M സ്വരാജാണ് അവിടെ നിന്ന് ജയിച്ചു വരുന്നതെങ്കിൽ M സ്വരാജ് കുറഞ്ഞ കാലത്തേക്കെങ്കിലും അവിടുത്തെ നിലമ്പൂരുകാരുടെ മന്ത്രിയാവുന്നേ. അപ്പൊ അങ്ങനെ ഒരു സാധ്യത എന്തിനാ നിലമ്പൂരുകാർ തള്ളിക്കളയുന്നത്? ഷൗക്കത്ത് ഇനിയിപ്പോൾ എന്തായിരുന്നു 2026 എന്തായിരുന്നാലും ഈ പറയുന്ന പോലെ UDF അധികാരത്തിൽ കയറത്തില്ല. UDF അധികാരത്തിൽ കയറാനുള്ള യാതൊരു ചലനങ്ങളും അല്ലെങ്കിൽ യാതൊരു സാധ്യതകളും ഇപ്പോഴും നിലവിലില്ല. ഈ തെരഞ്ഞെടുപ്പിലും ചലനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതൊരു വലിയൊരു മുന്നേറ്റം എന്ന് പറയാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ UDFന് അനുകൂലമായ വോട്ടുകളൊക്കെ വളരെ കുറവായിരിക്കും. അടുത്ത തവണയും LDF തന്നെ അധികാരത്തിൽ വരും. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ UDFനെ പതുക്കെ ജനം കാലും അടക്കി അടിക്കും. കാര്യം ഇനി അങ്ങോട്ട് ഈ വരുന്ന കാലങ്ങളിൽ അത്രയും LDF ചെയ്യാൻ പോകുന്ന ജനോപകാരപ്രദമായ കുറേയധികം പ്രവർത്തനങ്ങളുമായിട്ട് LDF സർക്കാർ മുന്നോട്ട് പോകും. പിന്നെ പല പദ്ധതികളുമുണ്ട്. ഈ പദ്ധതികളെല്ലാം പിന്നെ ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുമെന്ന് പറഞ്ഞവരാണ് രമേശ് ചെന്നിത്തല M ഹസനും ഒക്കെ പൊതുവേദിയിൽ നിന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ അല്ല വേണ്ടത്. സാധാരണക്കാർക്ക് വീടും ആഹാരവും ഒക്കെ കൊടുക്കുന്ന ഒരു സർക്കാരിനെയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു 23-ാം തീയതി വരെ നമുക്കും കാത്തിരിക്കാം. എങ്കിലും ഞാൻ സ്വരാജിനൊപ്പമാണ്. നമുക്ക് നോക്കാം.